ഹായ് ഹലോ വെൽക്കം ടു സൈലം SSCRRB. സോ റെയിൽവേ എക്സാമിനും മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു സ്ഥിരം ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മുടെ വരാൻ പോകുന്ന എക്സാമുകൾക്കും ഇതുപോലെ സിമിലർ ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കെമിസ്ട്രിയിലെ ഒരു പ്രോസസ്സിനെ പറ്റിയുള്ള ചില ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഈ വീഡിയോയിലായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആ പ്രോസസ്സിന്റെ പേരെന്ന് പറയുന്നത് ക്ലോർ ആൽക്കലി പ്രോസസ് എന്ന് പറയുന്നതാണ്. സോ പ്രോസസ്സിന്റെ പേര് ശ്രദ്ധിക്കുക, ക്ലോർ ആൽക്കലി പ്രോസസ് എന്ന് പറയുന്നതാണ് ആ ഒരു പ്രോസസ്സിന്റെ പേര്. അപ്പൊ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെറിയൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഈ പേരിൽ എന്തൊക്കെയുണ്ട്? ക്ലോർ എന്ന് പറയുന്ന വാക്കുണ്ട്. ക്ലോർ എന്ന് പറയുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു മൂലകത്തിലേക്കാണ്. ക്ലോറിൻ എന്ന് പറയുന്ന മൂലകമാണ്. സോ ക്ലോറിൻ എന്ന് പറയുന്ന വാതകം ഈ പ്രോസസ്സിന്റെ ഒരു ഉൽപ്പന്നമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അവിടെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. ദെൻ അടുത്ത പേര് ആൽക്കലി എന്ന് പറയുന്നതാണ്. ആൽക്കലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ട് തരത്തിലുള്ള വസ്തുക്കളാണ് നമ്മൾ കെമിസ്ട്രിയിൽ ചർച്ച ചെയ്യാറുള്ളത്. ആസിഡുകളുമുണ്ട്, ബേസുകളുമുണ്ട്. അതിൽ വെള്ളത്തിൽ തന്നെ ലയിപ്പിക്കാൻ സാധിക്കുന്ന ബേസുകളെയാണ് നമുക്ക് ആൽക്കലി എന്നുള്ള രീതിയിൽ അഭിസംബോധന ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഒരു ആൽക്കലിയെയും നമ്മളിവിടെ ഒരു ഉൽപ്പന്നമായിട്ട് കാണുന്നുണ്ട്. ആൽക്കലിയെ പറ്റി നമുക്ക് പഠിക്കാം. അപ്പൊ ഈ ആദ്യം നമ്മൾ പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ക്ലോർ ആൽക്കലി പ്രോസസ് എന്ന് പറയുന്ന ഈ ഒരു പ്രക്രിയയിലെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ, ഈ ഒരു പ്രക്രിയയിലൂടെ നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. 3 ഉൽപ്പന്നങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആൽക്കലി എന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആൽക്കലി എന്ന് പറയുന്നത് ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് NaOH. അപ്പൊ ഒന്നാമത്തെ ഉൽപ്പന്നം എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്, NaOH. ഇയാളെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു പേരുണ്ട്, കോസ്റ്റിക് സോഡ എന്ന് പറയും. അപ്പൊ ഇതൊരു മറ്റൊരു ചോദ്യം തന്നെയാണ്. കോസ്റ്റിക് സോഡ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന ഈ കെമിക്കൽ ഏതാണ് എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം വരാനുള്ള ചാൻസ് നമുക്ക് കാണാം. അപ്പൊ ഈ കോസ്റ്റിക് സോഡ ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. കെമിക്കൽ ഫോർമുല മനസ്സിലാക്കി വെക്കുക. NaOH എന്ന് പറയുന്നതാണ് കോസ്റ്റിക് സോഡയുടെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ഈ കോസ്റ്റിക് സോഡയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഉപയോഗം വരുന്ന ഒരു കെമിക്കലാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സോപ്പുകൾ, ഡിറ്റർജന്റുകൾ ഉണ്ടാക്കാനായിട്ട്, പേപ്പർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൽ, ഇങ്ങനെയുള്ള പല ഇൻഡസ്ട്രികളിലും പ്രധാനപ്പെട്ട യൂസ് വരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കെമിക്കലാണ് ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ക്ലോർ ആൽക്കലി പ്രോസസ്സിന്റെ ഒന്നാമത്തെ ഉൽപ്പന്നമാണ് നമ്മളിപ്പോ പറഞ്ഞത് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ എങ്ങനെയും വിളിക്കുന്നു കോമൺ ആയിട്ട് കോസ്റ്റിക് സോഡ. സോഡിയം എന്നാണ് പേര്. അപ്പൊ കോസ്റ്റിക് സോഡയിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ പ്രോസസ്സിലെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, ഉൽപ്പന്നം എന്ന് പറയുന്നത് ക്ലോറിൻ എന്ന് പറയുന്ന വാതകമാണ്. ക്ലോറിൻ നമുക്കറിയാം, പ്രോസസ്സിന്റെ പേര് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തു. ക്ലോർ ആൽക്കലി പ്രോസസ് എന്ന് പറയുന്നതാണ്. അതിലെ ആൽക്കലി എന്ന് പറയുന്ന വസ്തുവിനെയാണ് നമ്മളിപ്പോൾ കണ്ടത്, സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ പ്രധാനപ്പെട്ട യൂസുകൾ നമ്മൾ പഠിച്ച്, സോപ്പ്, ഡിറ്റർജന്റ് നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കും, പേപ്പർ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കും, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലും ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന കോസ്റ്റിക് സോഡയെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഉൽപ്പന്നം എന്ന് പറയുന്നത് ക്ലോറിൻ എന്ന് പറയുന്ന വാതകമാണ്. നമ്മുടെ ആവർത്തന പട്ടികയിലെ 17ാമത്തെ ഗ്രൂപ്പിലെ ഒരു മൂലകമാണ് ക്ലോറിൻ എന്ന് പറയുന്നത്. Cl2, ഒരു 2 അറ്റങ്ങൾ ചേർന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഈ ക്ലോറിൻ എന്ന് പറയുന്ന മോളിക്യൂളിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കാം. ഈ ക്ലോറിന്റെ പ്രധാനപ്പെട്ട യൂസുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ടർ ട്രീറ്റ്മെന്റ്, അതായത് ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാതകമാണ്. നമുക്കറിയാം, നമ്മുടെ വെള്ളത്തിൽ അല്ലെങ്കിൽ കിണറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും വസ്തുക്കളൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ ചെയ്യാറുള്ള ഒരു കാര്യമാണ്, വീട്ടിൽ ചെയ്യാറുള്ള കാര്യമാണ് ബ്ലീച്ചിങ് പൗഡർ ഇടുക എന്നുള്ളത്. അപ്പൊ ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് ക്ലോറിൻ ഗ്യാസ് ആണ്. ഈ ക്ലോറിൻ ഗ്യാസിന് രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള, ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ അതൊരു ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ. അപ്പൊ വാട്ടർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്, അതായത് വെള്ളത്തിനെ ശുദ്ധീകരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ് ഈ ക്ലോറിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ PVC പ്ലാസ്റ്റിക് മാനുഫാക്ചറിങ്ങിന്, ഇങ്ങനെയുള്ള പല പ്രധാനപ്പെട്ട പ്രോസസ്സുകൾക്കും യൂസ് ചെയ്യുന്ന ഒരു വാതകമാണ് ക്ലോറിൻ. അപ്പൊ ക്ലോറിൻ എന്ന് പറയുന്ന ഈ വാതകവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടന്റ് തന്നെയാണ്.
അപ്പൊ ക്ലോറിൻ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണം. ബ്ലീച്ചിങ് പൗഡർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വാട്ടർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്, ബാക്ടീരിയകളെ കൊല്ലാനായി ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത്, ക്ലോറിന്റെ ഒന്നാമത്തെ യൂസ്. അതുപോലെ തന്നെ PVC, പോളി വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന ഈ പ്ലാസ്റ്റിക്കിന്റെ നിർമ്മാണത്തിനും നമ്മൾ ക്ലോറിൻ എന്ന് പറയുന്ന വാതകത്തിനെ യൂസ് ചെയ്യാറുണ്ട്. ഇനി ഈ ക്ലോർ ആൽക്കലി പ്രോസസ്സിന്റെ ആ പേരിൽ നിന്ന് 2 ഉൽപ്പന്നങ്ങൾ നമ്മൾ കണക്ട് ചെയ്തു. ഒന്നാമത്തത് ക്ലോറിൻ ആണ്, രണ്ടാമത്തത് ആൽക്കലി ആയിട്ടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഇനി പേരിൽ ഒളിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ പേരിൽ ഇല്ലാത്ത ഒരാളെ കൂടി നമ്മൾ ഓർത്തിരിക്കണം. ഹൈഡ്രജൻ എന്ന് പറയുന്ന മൂലകമാണ്. ഹൈഡ്രജൻ എന്ന് പറയുന്ന ഡയാറ്റോമിക് എലമെന്റിനെ നമുക്ക് ഈ പ്രോസസ്സിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഹൈഡ്രജന് ഒരുപാട് യൂസുകളുണ്ട്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഊർജ്ജ സ്രോതസ്സാണ്. ഫ്യൂവൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അമോണിയ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഹേബർ പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു റിയാക്ടന്റ് ആണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഈ അമോണിയ ആണ് പിന്നീട് നമ്മൾ പല രീതിയിലെടുത്ത് ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഹൈഡ്രജനും ഒരുപാട് തരത്തിലുള്ള വ്യാവസായികമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അപ്പൊ ഏറ്റവും ഇൻഡസ്ട്രിയലി യൂസ്ഫുൾ ആയിട്ടുള്ള 3 ഉൽപ്പന്നങ്ങളാണ് ഈ ക്ലോർ ആൽക്കലി പ്രോസസ് എന്ന് പറയുന്ന ഈ പ്രോസസ്സിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഓർത്തിരിക്കുക, ക്ലോർ ആൽക്കലി പ്രോസസ്സിലൂടെ നമുക്ക് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? 3 ഉൽപ്പന്നങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഒന്നാമത്തത് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ യൂസസ് ഏതിലൊക്കെയാണെന്ന് നമ്മൾ നോക്കി. എന്തിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? പേപ്പർ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോപ്പ് നിർമ്മാണത്തിന്, ഡിറ്റർജന്റ് നിർമ്മാണത്തിന് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡിനെ യൂസ് ചെയ്യുന്നുണ്ട്. സോഡിയം ഹൈഡ്രോക്സൈഡ് കോസ്റ്റിക് സോഡ എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത് കോമൺ ആയിട്ട്. ദെൻ ക്ലോറിൻ എന്ന് പറയുന്നത് മറ്റൊരു ഉൽപ്പന്നമാണ്. ക്ലോറിനെ നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കാനായിട്ട്, ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. PVC പൈപ്പ് നിർമ്മാണത്തിന് യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് ഹൈഡ്രജൻ എന്ന് പറയുന്ന ഉൽപ്പന്നമാണ്. ഹൈഡ്രജൻ ഒരു ഫ്യൂവലാണ്, ഒരു ഊർജ്ജ സ്രോതസ്സായിട്ട് നമ്മൾ ഹൈഡ്രജനെ ഉപയോഗിക്കാറുണ്ട്, കാണാറുണ്ട്. ഇനി ഹൈഡ്രജന്റെ മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് അമോണിയ നിർമ്മാണത്തിലാണ്. ഫെർട്ടിലൈസർ ഇൻഡസ്ട്രിയിൽ ഏറെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ അമോണിയ എന്ന് പറയുന്നത്. അമോണിയ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഹൈഡ്രജനെ എടുക്കാറുണ്ട്. സോ ഈ ക്ലോർ ആൽക്കലി പ്രോസസ്സിന്റെ പ്രൊഡക്റ്റുകളെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അടുത്തത് ഈ പ്രോസസ്സ് എങ്ങനെയാണ്, പ്രോസസ്സിന്റെ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പൊ ഈ ക്ലോർ ആൽക്കലി പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറയും. ബ്രൈൻ സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്കറിയാം, നമ്മൾ ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ്, നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ NaCl എന്ന് പറയും, കോമൺ സാൾട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് അതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ആവും. ആ ഉപ്പിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല. പിന്നെയും നമ്മൾ ഉപ്പിടുകയാണ്, പിന്നെയും ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെയും അതിൽ അലിഞ്ഞു ചേരും. ഇനി എപ്പോഴാണോ ഇത് കംപ്ലീറ്റ് ആയിട്ട് അതിൽ മിക്സ്ഡ് അപ്പ് ആവുന്നത്, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇനിയും നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ അലിയിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതിനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. എന്ത് പറയും? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അപ്പൊ ബ്രൈൻ സൊല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉപ്പ് വെള്ളമാണ്. അക്വസ് സൊല്യൂഷനിലേക്ക്, വാട്ടറിലേക്ക് കുറച്ച് ഉപ്പിട്ട് നമ്മൾ നന്നായിട്ട് ലയിപ്പിച്ച സൊല്യൂഷനെയാണ് ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറയും. അപ്പൊ നമ്മൾ ഇവിടെ ഈ ക്ലോർ ആൽക്കലി പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന വസ്തു എന്ന് പറയുന്നത് എന്താണ്? ബ്രൈൻ സൊല്യൂഷൻ ആണ്. ബ്രൈൻ സൊല്യൂഷൻ ഓർത്തിരിക്കുക, നമ്മൾ ഉപ്പ് വെള്ളമാണ്. വെള്ളത്തിലേക്ക് ഉപ്പ് നന്നായിട്ട് കലർത്തിയ ആ മിക്സറിനെയാണ് നമ്മൾ ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറയാം. ഈ ബ്രൈൻ സൊല്യൂഷനെ നമ്മൾ എന്തിനാണ് വിധേയമാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രൈൻ സൊല്യൂഷനിലൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി കടത്തിവിടുകയാണ്. ഈ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഊർജ്ജമാണെന്ന് നമുക്കറിയാം. അപ്പൊ ഒരു എക്സ്റ്റേണൽ ഊർജ്ജം, ഇലക്ട്രിസിറ്റി, നമ്മൾ ഷോക്ക് അടിച്ച് വീഴാറുണ്ട് അല്ലെ? ഷോക്ക് അടിച്ച് മനുഷ്യന്മാർ മരിച്ചു വീഴാറുണ്ട്. എനർജി എന്ന് പറയുന്നത് വളരെ അധികമുള്ള ഒരു കാര്യമാണ് ഈ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഉപ്പ് വെള്ളത്തിലേക്ക്, ബ്രൈൻ സൊല്യൂഷനിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തി വിട്ട് കഴിഞ്ഞാൽ ഈ ഉപ്പിലെ കമ്പോണൻസ് സ്പ്ലിറ്റ് ആവും. അതായത് ഉപ്പിനെ നമുക്കറിയാം NaCl എന്നുള്ള ആ ഒരു കെമിക്കൽ ഫോമിലാണുള്ളത്. ഇതിലേക്ക് വൈദ്യുതി കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് Na++Cl- എന്നുള്ള രീതിയിലാവും. Na++Cl- എന്നുള്ള രീതിയിലേക്ക് അത് സ്പ്ലിറ്റ് ആവും. കൂടാതെ ഇത് ബ്രൈൻ സൊല്യൂഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. ബ്രൈൻ സൊല്യൂഷനിലേക്കാണ് ഇലക്ട്രിസിറ്റി കടത്തി വിടുന്നത്. സോ അവിടെ വാട്ടറും ഉണ്ട്, H2O ഉണ്ട്. H2O നമുക്ക് ഇലക്ട്രിസിറ്റി കടത്തി വിട്ട് കഴിഞ്ഞാൽ അതെന്തായിട്ട് സ്പ്ലിറ്റ് ആവും? H+ഉം അതുപോലെ തന്നെ OH- എന്ന് പറയുന്ന അയോണായിട്ട് മാറും. ഒരു പോസിറ്റീവ് അയോണും കിട്ടും, ഒരു നെഗറ്റീവ് അയോണിനെയും കിട്ടും. പോസിറ്റീവ് ആയിട്ടുള്ള അയോണിനെ നമ്മൾ എന്ത് വിളിക്കും? കാറ്റയോൺ എന്നാണ് വിളിക്കുന്നത്. പഠിച്ചു വെക്കണം.
നെഗറ്റീവ് ആയിട്ടുള്ള അയോണിനെ നമ്മൾ ആനയോൺ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ സോഡിയം Na+ എന്ന് പറയുന്നത് സോഡിയം കാറ്റയോൺ ആണ്. Cl- എന്ന് പറയുന്നത് ക്ലോറിൻ ആനയോൺ ആണ്. H+ എന്ന് പറയുന്നത് ഹൈഡ്രജൻ കാറ്റയോൺ ആണ്. OH- എന്ന് പറയുന്നത് ഹൈഡ്രോക്സൈഡ് ആനയോൺ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു സ്പ്ലിറ്റിംഗ് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഒരു ഊർജ്ജ സ്രോതസ്, ഒരു ബാറ്ററി ഞാൻ ഇവിടെ കണക്ട് ചെയ്തു, അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് എൻഡ് കണക്ട് ചെയ്ത് അതിലൂടെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോഡിനെയാണ്. 2 ഇലക്ട്രോഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. പോസിറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോഡിനെയാണ് നമ്മൾ ആനോഡ് എന്ന് വിളിക്കുന്നത്. നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോഡിനെയാണ് നമ്മൾ കാഥോഡ് എന്ന് വിളിക്കുന്നത്. ഇത് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഓർത്തു വെക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്. നമുക്കറിയാം, കാറ്റയോണും ആനയോണും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കാഥോഡും ആനോഡും സിമ്പിൾ ആയിട്ട് ഓർമ്മിച്ചു വെക്കാനായിട്ട് സാധിക്കും. കാറ്റയോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ഉള്ള അയോൺ ആണ്. അപ്പൊ ഈ പോസിറ്റീവ് ചാർജ് ഉള്ള അയോൺ എപ്പോഴും അട്രാക്ട് ചെയ്യപ്പെടുന്നത് എങ്ങോട്ടേക്കായിരിക്കും? കാറ്റയോൺ പോകുന്നത് കാഥോഡിലേക്കായിരിക്കും. കാറ്റയോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. അപ്പൊ കാഥോഡിന്റെ ചാർജ് അതിന്റെ ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കും, നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പൊ കാഥോഡിന്റെ ചാർജ് എന്താ? നെഗറ്റീവ് ചാർജ് ആണ്. കാറ്റയോൺ പോകുന്നത് എങ്ങോട്ടാണോ അത് കാഥോഡ്. കാറ്റയോണിന്റെ ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ കാഥോഡിന്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും. കാരണം ഓപ്പോസിറ്റ് ചാർജുകളാണ് എപ്പോഴും ആകർഷിക്കപ്പെടുന്നത്. ഇനി ആനയോണിന്റെ ചാർജ് നമുക്കറിയാം നെഗറ്റീവ് ചാർജ് ആണ്. ആനയോൺ എങ്ങോട്ടാണോ പോകുന്നത് അതായിരിക്കും ആനോഡ് എന്ന് പറയുന്നത്. ആനയോൺ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആനോഡിന്റെ ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. സോ ആനോഡിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ്. അത് ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെയുള്ള ആനയോണും കാറ്റയോണും എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ഓർത്തിരിക്കാം. Na+ എന്ന് പറയുന്നത് ഒരു കാറ്റയോൺ ആണ്. കാറ്റയോൺ എങ്ങോട്ടേക്കാണ് പോകുന്നത്? കാഥോഡിലേക്കാണ്. അപ്പൊ കാഥോഡിലേക്ക് ആരൊക്കെ പോകും? Na+ പോകും. അതുപോലെ തന്നെ H+ എന്ന് പറയുന്ന ആളും പോകും. അതുപോലെ തന്നെ ആനോഡിലേക്ക് എന്താ പോകുന്നത്? ആനോഡിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. ആനോഡിന്റെ ചാർജ് പോസിറ്റീവ് ആയതുകൊണ്ട് അവിടേക്ക് ആനയോൺ ആണ് പോകുന്നത്. അതായത് Cl- ഉം OH- എന്ന് പറയുന്ന അയോണുമാണ് ഈ ആനോഡിലേക്ക് പോകുന്നത്. ഈ ആനോഡിൽ വെച്ച് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ Cl- എന്ന് പറയുന്ന ആള് അയാളുടെ 2 ഇലക്ട്രോൺ Cl- നെഗറ്റീവ് ചാർജ് ഇപ്പൊ കൂടുതലാണ്. അയാൾ എന്ത് ചെയ്യും? അയാളുടെ കൂടെയുള്ള എക്സ്ട്രാ ഇലക്ട്രോണിനെ അയാൾ വിട്ടുകൊടുക്കും. ലൂസാണ്, ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പൊ Cl- നിന്ന് അയാൾക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുള്ള ഇപ്പൊ നിലവിലുള്ള എക്സ്ട്രാ ഇലക്ട്രോണിനെ ഇയാൾ വിട്ടുകൊടുക്കും. അപ്പൊ Cl- വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ 2 ക്ലോറിൻ ആറ്റങ്ങൾ 2 Cl- നിന്ന് 2 ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് എന്താവും? Cl2 എന്നുള്ള രീതിയിലാവും. ഇവിടെ ആനോഡിന്റെ സമീപത്തായിട്ട് നമുക്ക് ക്ലോറിൻ ഗ്യാസിനെ കിട്ടും. ആനോഡിന്റെ സമീപത്തായിട്ട് Cl2 ഒന്നാമത്തെ ഉൽപ്പന്നം കിട്ടി, ക്ലോറിൻ ഗ്യാസ്. അപ്പൊ ക്ലോറിൻ ഗ്യാസ് കിട്ടുന്ന എവിടെയാണ്? ആനോഡിലാണ് ക്ലോറിൻ ഗ്യാസ് കിട്ടുന്നത്. ഇനി അടുത്തായിട്ട് നമുക്കറിയാം H+ എന്ന് പറയുന്ന ആളുണ്ട്. അപ്പൊ ഈ H+ ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി ആണുള്ളത്. കാരണം അയാൾക്ക് പോസിറ്റീവ് ചാർജ് ആണ്. ഇപ്പൊ നിലവിൽ ഇലക്ട്രോണുകൾ അയാളിൽ ആവശ്യത്തിനില്ല. അതുകൊണ്ടാണ് H+ എന്ന് പറയുന്ന ചാർജ് കിട്ടിയിരിക്കുന്നത്. അതേസമയം കാഥോഡിന്റെ ചാർജ് നെഗറ്റീവ് ആണെന്ന് നമുക്കറിയാം. നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അവിടെ എക്സ്ട്രാ ഇലക്ട്രോൺ ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ ഈ H+ ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ H+ ഇലക്ട്രോണിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ 2 ഹൈഡ്രജൻ പ്ലസ് 2 ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോൾ അത് എന്തായിട്ട് മാറും? H2 എന്ന് പറയുന്ന ഗ്യാസ് ആവും. അപ്പൊ ഹൈഡ്രജൻ ഗ്യാസ് എവിടെയാ കിട്ടുന്നത്? കാഥോഡിലാണ്. ക്ലോറിൻ ഗ്യാസ് കിട്ടുന്നത് എവിടെയാണ്? ആനോഡിലാണ്. അപ്പോ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ 2 Cl- 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ടാണ്, ലോസിംഗ് ഓഫ് ഇലക്ട്രോൺ ആണ്. അതിലൂടെയാണ് ക്ലോറിൻ ഗ്യാസിനെ കിട്ടുന്നത്. അപ്പൊ ലൂസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. ലോസ് ഓഫ് ഇലക്ട്രോൺസ് ഈസ് കോൾഡ് ആസ് ഓക്സിഡേഷൻ എന്ന് വിളിക്കും. ഓർത്തു വെക്കാൻ ഇങ്ങനെ ഓർത്താൽ മതി. ലൂസിൽ ഒരു O അവിടെ ആ ഒരു ആൽഫബറ്റ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഓക്സിഡേഷനിലും ഒരു O ഉണ്ട്. ലോസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ആണ്. അപ്പൊ ആനോഡിൽ എന്ത് സംഭവിക്കുന്നു? ഓക്സിഡേഷൻ സംഭവിക്കുന്നു. Cl- അയോൺ ഓക്സിഡേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ക്ലോറിൻ ഗ്യാസ് ആയിട്ട്, ക്ലോറിൻ എലമെന്റ് ആയിട്ട്, Cl2 എന്നുള്ള എലമെന്റ് ആയിട്ട് അവിടെ കൺവേർട്ട് ചെയ്യും. ഇവിടെ നിങ്ങൾ നോക്കിക്കുക, ആനോഡിൽ എന്താ സംഭവിച്ചത്? 2H+, അതിലേക്ക് 2 ഇലക്ട്രോൺ ആഡ് ചെയ്യാണ്. അതായത് അയാള് ഗെയിൻ ചെയ്തു. ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ
അതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണെന്നറിയോ? റിഡക്ഷൻ എന്ന് പറയും. റിഡക്ഷൻ. അപ്പൊ റിഡക്ഷൻ എവിടെയാ സംഭവിക്കുന്നത്? കാഥോഡിൽ റിഡക്ഷൻ സംഭവിക്കും. ആനോഡിൽ ഓക്സിഡേഷനും കാഥോഡിൽ എന്താണ് സംഭവിക്കുന്നത്? റിഡക്ഷനുമാണ് സംഭവിക്കുന്നത്. അപ്പൊ രണ്ട് ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടി. എന്തൊക്കെയാ? ക്ലോറിൻ ആനോഡിലും കിട്ടി, ഹൈഡ്രജൻ കാഥോഡിലും കിട്ടി. ഇനി ബാക്കിയുള്ളത് ആരാണ്? ബാക്കിയുള്ളത് നിങ്ങൾ നോക്കിക്കേ. Na+ ബാക്കിയുണ്ട്, OH- ബാക്കിയുണ്ട്. ഈ Na+ഉം OH- കൂടി ഒന്നിച്ച് ചേരും. Na+ഉം OH- കൂടി ഒന്നിച്ച് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? NaOH എന്ന് പറയുന്ന കോസ്റ്റിക് സോഡ, സോഡിയം ഹൈഡ്രോക്സൈഡ് കിട്ടും. അതാണ് മൂന്നാമത്തെ ഉൽപ്പന്നമായിട്ട്, അല്ലെങ്കിൽ ഈ 3 ഉൽപ്പന്നങ്ങൾ ഇങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒന്നുകൂടി, ഈ ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ഉപ്പുവെള്ളം നമ്മൾ അതിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തി വിട്ട് കഴിഞ്ഞാൽ, ഉപ്പുവെള്ളത്തിൽ എന്തൊക്കെയുണ്ട്? ഉപ്പുണ്ട്. ഉപ്പിലേക്ക് ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് 2 അയോൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. Na+ഉം Cl-. Na+ കാറ്റയോൺ ആണ്, Cl- ആനയോൺ ആണ്. H2O സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ H+ഉം OH- അത് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി അതിന്റെ ചാർജ് നോക്കി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ഇവിടെ Cl- എങ്ങോട്ടേക്ക് പോകും? ആനോഡ്. പോസിറ്റീവ് ചാർജുള്ള ആനോഡിലേക്ക് പോകും. അതിന്റെ എക്സ്ട്രാ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും അയാൾ. ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്, അതുകൊണ്ട് ഓക്സിഡേഷൻ എന്ന് പറയും. അപ്പൊ ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താ? Cl2 ആണ്, ക്ലോറിൻ ഗ്യാസ് ആണ്. അപ്പൊ ഉൽപ്പന്നം കിട്ടി, ക്ലോറിൻ ഗ്യാസ് ആണ്. ഇനി ഹൈഡ്രജൻ 2H+, 2 ഹൈഡ്രജൻ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ട് ഹൈഡ്രജൻ ഗ്യാസ് ആവും. രണ്ടാമത്തെ ഉൽപ്പന്നവും കിട്ടി. ഇനി ബാക്കിയുള്ള Na+ഉം OH- കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് കോസ്റ്റിക് സോഡ NaOH എന്ന് പറയുന്ന പ്രൊഡക്റ്റും കിട്ടുന്നു. അപ്പൊ ഇത് 3ഉമാണ് ഇവിടെയുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ക്ലോർ ആൽക്കലി പ്രോസസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രക്രിയയിൽ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? ക്ലോറിൻ കിട്ടുന്നുണ്ട്, സോഡിയം ഹൈഡ്രോക്സൈഡ് അഥവാ കോസ്റ്റിക് സോഡ കിട്ടുന്നുണ്ട്, കൂടാതെ ഹൈഡ്രജൻ ഗ്യാസും കിട്ടുന്നുണ്ട്. ഈ പ്രോസസ് എങ്ങനെയാ ചെയ്യുന്നത്? സോഡിയം ക്ലോറൈഡിന്റെ ജലീയ ലായനിയെ, അക്വസ് സൊല്യൂഷനെ നമ്മൾ വൈദ്യുതി അതിലേക്ക് കൊടുക്കുക. വൈദ്യുതി കൊടുക്കുമ്പോൾ അവർ പൊട്ടിപ്പോകും. അതിനെയാണ് നമ്മൾ ഇലക്ട്രോലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രക്രിയയാണ് ക്ലോർ ആൽക്കലി പ്രക്രിയ എന്ന് പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. വാട്ട് പ്രൊഡക്ട്സ് ആർ മാനുഫാക്ചേർഡ് ഇൻ ക്ലോർ ആൽക്കലി പ്രോസസ്? അപ്പൊ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആ പ്രോസസ്സിന്റെ പേര് നിങ്ങളുടെ മുന്നിലുണ്ട്, ക്ലോർ ആൽക്കലി എന്നാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റുകൾ എഴുതാം. ക്ലോർ എന്ന് പറയുമ്പോൾ ക്ലോറിൻ എന്ന് പറയുന്ന വാതകം കിട്ടുന്നുണ്ട്. ആൽക്കലി എന്ന് പറയുമ്പോൾ അവിടെയുള്ള ആൽക്കലി ഏതാ? സോഡിയം ഹൈഡ്രോക്സൈഡ്, അല്ലെങ്കിൽ ഇയാളെ വിളിക്കുന്ന പേരെന്താ? കോസ്റ്റിക് സോഡ എന്ന് വിളിക്കും അല്ലെ, കോസ്റ്റിക് സോഡ. കൂടാതെ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഗ്യാസ് കൂടി ഉൽപ്പന്നമായിട്ട് കിട്ടുന്നുണ്ട്. 3 പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇതുമായിട്ട് മാച്ചിങ് ആയിട്ട് വരുന്ന ഓപ്ഷൻ ഏതെങ്കിലും ഉണ്ടോ നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ ഓപ്ഷൻ എ നോക്കുമ്പോൾ ക്ലോറിനും കാൽസ്യം ഹൈഡ്രോക്സൈഡുമാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഓപ്ഷൻ അല്ല. അടുത്തത് ക്ലോറിൻ ഉണ്ട്, പക്ഷെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്, അതും തെറ്റാണ്. ക്ലോറിൻ അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, അതും തെറ്റാണ്. ദെൻ ഓപ്ഷൻ ഡി, ക്ലോറിൻ സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പൊ 2 പ്രൊഡക്റ്റുകൾ മാത്രമേ തൽക്കാലം ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ കറക്റ്റ് ആയിട്ടുള്ളത് ആ 2 പ്രൊഡക്റ്റുകളാണ്, ക്ലോറിനും സോഡിയം ഹൈഡ്രോക്സൈഡും. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സോ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം ക്ലോറിൻ ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ്. രണ്ടാമത്തെ ചോദ്യം, ഡ്യൂറിംഗ് ദ പ്രിപ്പറേഷൻ ഓഫ് NaOH ബൈ ക്ലോർ ആൽക്കലി പ്രോസസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് അയോൺ മൈഗ്രേറ്റ്സ് ടുവേർഡ്സ് കാഥോഡ്? കാഥോഡിലേക്ക് പോകുന്നവൻ ആരാണ്? കാഥോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, കാഥോഡിലേക്ക് എപ്പോഴും പോകുന്നത് കാറ്റയോൺ ആണ്. കാഥോഡിലേക്ക് കാറ്റയോണേ പോകൂ. കാറ്റയോണിന്റെ ചാർജ് നിങ്ങൾ നിർബന്ധമായിട്ട് ആലോചിച്ച് വെക്കണം. പോസിറ്റീവ് ചാർജ് ഉള്ള ആളാണ് കാറ്റയോൺ എന്ന് പറയുന്നത്. പോസിറ്റീവ് ചാർജ് ഉള്ള ആളാണ് കാറ്റയോൺ. കാറ്റയോൺ എങ്ങോട്ട് പോകും? കാഥോഡിലേക്ക് പോകും. കാഥോഡിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. കാരണം എപ്പോഴും അൺഈക്വൽ ചാർജുകൾ മാത്രമേ അട്രാക്ട് ചെയ്യപ്പെടുള്ളൂ. ഈക്വൽ അല്ലാത്ത ചാർജുകളാണ് തമ്മിൽ ആകർഷിക്കുന്നത്. പോസിറ്റീവ് എപ്പോഴും നെഗറ്റീവിലേക്ക് വന്നു ചേരുള്ളൂ, അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യപ്പെടുള്ളൂ. അപ്പോ കാഥോഡിലേക്ക് പോകുന്നവൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടത്തിൽ കാറ്റയോൺ ആയിട്ടുള്ളവൻ ആര് എന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ പോസിറ്റീവ് ചാർജ് ഉള്ള ഒറ്റ അയോണിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. അതാരാണ്? ഓപ്ഷൻ ബി, Na+ ആണ്. സോ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി. ഇനി അടുത്ത ചോദ്യം, വാട്ട് പ്രൊഡക്ട്സ് ആർ മാനുഫാക്ചേർഡ്? വാട്ട് പ്രൊഡക്ട്സ് ആർ മാനുഫാക്ചേർഡ് ഇൻ ദ ക്ലോർ ആൽക്കലി പ്രോസസ്? വാട്ട് പ്രൊഡക്ട്സ് ആർ മാനുഫാക്ചേർഡ് ഇൻ ദ ക്ലോർ ആൽക്കലി പ്രോസസ്? ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് ഇവിടെ മാനുഫാക്ചർ ചെയ്യപ്പെടുന്നത്? 2 പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകളാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ക്ലോറിനും സോഡിയം ഹൈഡ്രോക്സൈഡുമാണ്. ഓപ്ഷൻ ഡി ഇസ് എ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഇസ് എ റൈറ്റ് ആൻസർ. ഓക്കെ, യെസ്, ഓപ്ഷൻ ഡി ഇസ് എ റൈറ്റ് ആൻസർ.
Then, what is the primary raw material used in the chlor-alkali process? അടുത്ത ചോദ്യം, ഈ ക്ലോർ-ആൽക്കലി പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന പ്രൈമറി റോ മെറ്റീരിയൽ എന്താണ്? എന്തുപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് നടത്തുന്നത്? നമ്മൾ പറഞ്ഞു ബ്രൈൻ സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രോസസ്സ് നമ്മൾ നടത്തുന്നത്. ബ്രൈൻ സൊല്യൂഷനിലേക്ക് ഇലക്ട്രിസിറ്റി കൊടുത്തു വിട്ടുകൊണ്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് നടത്തുന്നത്. ഓപ്ഷൻ എ അല്ലെ, അക്വസ് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്, ഉപ്പുവെള്ളം, അതിനെയാണ് നമ്മൾ ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ക്ലോർ-ആൽക്കലി പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സോ ഇതുപോലുള്ള കൂടുതൽ കണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പൊ നിങ്ങൾ NTPC ജോലികൾ, കേന്ദ്ര സർക്കാർ ജോലി റെയിൽവേയിൽ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സൈലം ഒരുക്കുന്ന ബാച്ചാണ് RRB NTPC റെഗുലർ ബാച്ച് 1.0 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് റെയിൽവേയിൽ ഒരു ജോലിയാണെങ്കിൽ കിടിലൻ ക്ലാസ്സുകളുമായിട്ട് നമ്മൾ ഈ ഒരു ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കിടിലൻ കൺസെപ്റ്റുകളുമായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാമുകൾ ക്രാക്ക് ചെയ്യാവുന്നതാണ്. എത്രയും പെട്ടെന്ന് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബാച്ചിന്റെ ഫീ എന്ന് പറയുന്നത് 3999 രൂപ മാത്രമാണ്. ഇത്രയും ഇതുപോലുള്ള കിടിലൻ കണ്ടന്റുകളുമായിട്ട് നമുക്ക് വീണ്ടും മറ്റു വീഡിയോസിൽ കണ്ടുമുട്ടാം. താങ്ക് യു ആൾ.